എന്താ കാരണം? അതിനെന്തായിട്ടില്ല? മനസ്സിനും വാക്കിനും ശരീരത്തിനും അടക്കം വന്നിട്ടില്ല. കുറച്ച് പ്രായമായ കുട്ടിയാണെങ്കിൽ അത് ചെയ്യില്ലേ? അത് ചെയ്യുമോ? എന്താ കാരണം? മനസ്സ് കുറേശ്ശെ അടക്കായി, വാക്കിനടക്കായി. അപ്പം ഈ അടക്കം, അച്ചടക്കം, അടക്കം എന്ന് പറഞ്ഞാൽ അച്ചടക്കം നമ്മളൊക്കെയും നമ്മുടെ വാക്കിനും പരിപാലിച്ചുണ്ടാക്കണം, ശരീരത്തിനും മനസ്സിനും. രാജാവ് അത് ചെയ്യായോണ്ടുണ്ടായ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് എങ്ങനെയത് പരിഹരിച്ചു ഈ പ്രശ്നം? ആ പ്രശ്നം പരിഹരിച്ച കഥയാണ് നമുക്കിനി പറയാനുള്ളത്. നമുക്ക് നാളെ രാവിലെ മുതൽ പറഞ്ഞു തുടങ്ങാം. അപ്പോഴേക്ക് എല്ലാവരും രാവിലെ 6 മണിയാകുമ്പോഴേക്ക് വരിക സഹസ്രനാമത്തിന്. പിന്നെ വരുമ്പോൾ മാഷ പറഞ്ഞ മാതിരി പൂക്കളൊക്കെ ധാരാളം കൊണ്ടുവന്നോളൂ. ഉള്ളത് മതി, ചെമ്പരത്തിയതൊക്കെ ഉണ്ടാവില്ലേ, ഉള്ള പൂക്കളൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നോളൂ. ഈ പൂക്കളൊന്നും ഇല്ല ചിലരും വരാണ്ടിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. അതിനില്ലെങ്കിലും വന്നോളുണ്ട്, അങ്ങനെയാണല്ലോ. എന്താ കൊണ്ടുവന്നോളൂ, വലിയ നന്മയാവും. നമ്മളിപ്പോൾ ഒരു പൂവ് കൊണ്ടുവന്ന് പുഷ്പാഞ്ജലി കഴിക്കണത് നമ്മളൊക്കെ അത് വലിയൊരു പുണ്യമായിട്ട് ഫലമായിട്ട് എന്തായാലും രാവിലെ വിരിഞ്ഞ് വൈകുന്നേരം വാടണ പൂവല്ലേ, ധാരാളം കൊണ്ടുവന്നോളൂ. അപ്പോൾ നാളെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ശേഷമുള്ള കഥകൾ, പ്രധാനപ്പെട്ട ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് അധ്യാത്മരാമായണത്തിൽ നമ്മൾ മനസ്സിലാക്കാത്തതും അല്ലെങ്കിൽ വേറെ തരത്തിൽ മനസ്സിലാക്കിയതും ആയ ചില കഥയുടെ അംശങ്ങളുണ്ട്. അതാണ് നമുക്കിനി പറയാനുള്ളത്. ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കാം. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.